ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ബാലിയിൽ ഡേ 4 ആണ്. ഇത്രയും ദിവസം ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ ദിവസം ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ ഈ റിസോർട്ട് വെക്കേറ്റ് ചെയ്യാണ്. രാമായണ റിസോർട്ട് ഇൻ ബാലിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. നല്ല റിസോർട്ടായിരുന്നു. എല്ലാ രീതിയിലും സ്റ്റാഫാണെങ്കിലും നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. പിന്നെ നല്ല സർവീസായിരുന്നു. അതുപോലെ ഇവിടെ ടോട്ടൽ 4 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ 4 റെസ്റ്റോറൻറ്റ്സും 4 രീതിയിലാണ്. നമ്മൾ എല്ലാ റെസ്റ്റോറൻറ്റിലും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒബ്വിയസ്ലി ഒരു റെസ്റ്റോറൻറ്റ് കംപ്ലീറ്റ്ലി ട്രഡീഷണൽ വേയിലാണ്. അവിടുത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം ഈ ഇന്തോനേഷ്യൻ ഫുഡാണ് ഉണ്ടായിരുന്നത്. പിന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഇറ്റാലിയൻ, സ്പാനിഷ് അങ്ങനെ ഒരു സ്റ്റൈലിലായിരുന്നു. പിന്നെ മെക്സിക്കൻ, അമേരിക്കൻ സ്റ്റൈലിലായിരുന്നു. പിന്നെ ഉണ്ടായത് പൂളിൻ്റെ അടുത്ത് ഒരു ബാർ സെറ്റപ്പിൽ. പക്ഷെ അവിടെ എല്ലാ ടൈപ്പും നമുക്ക് എന്ത് ഫുഡും അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ 4 റെസ്റ്റോറൻറ്റ്സ്. പിന്നെ നമുക്ക് മസാജ് ഉണ്ടായിരുന്നു. നമ്മൾ 2 മസാജിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ബോഡി മസാജും പിന്നെ ഫീറ്റ് മസാജും. പക്ഷെ ഫീറ്റ് മസാജിന് നമ്മൾ അപ്പോയിൻമെൻറ്റ് ക്യാൻസലായിപ്പോയി. അവർ ഫുള്ളാന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു നെക്സ്റ്റ് ഹോട്ടലിൽ പോകുന്ന സമയത്ത്, റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് റിസോർട്ടിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഐലൻഡിലേക്കാണ്. ഈ റിസോർട്ട് നമ്മൾ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു സങ്കടം ഉണ്ട്. നമ്മൾ ബാഗൊക്കെ ചെയ്യാനും പേയ്മെൻറ്റൊക്കെ സെറ്റിൽ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവർ ഇപ്പോൾ വരുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ വേറൊരു ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യാണ് ചെയ്യുക. അവർ എനിക്ക് തോന്നുന്നൊരു ട്രാവലർ പോലെ ആക്കിയിട്ട് മൊത്തം ടീമും ഐലൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ ജോയിൻ ചെയ്യാണ് ചെയ്യുക. ഓക്കെ. എത്രയായി ഇപ്പം ബില്ല് ഇവിടെ സെറ്റിൽ ചെയ്തിട്ട്? 19 ലക്ഷം. 19 ലക്ഷം 19 ലക്ഷം രൂപേൻ്റെ ബില്ല് അടച്ചിട്ട് ഞാനിപ്പോൾ വരുന്നത്. അതായത് ഇവിടുത്തെ കറൻസി വാല്യൂ ഭയങ്കര. 19 ലക്ഷം എന്ന് പറയുമ്പം നാട്ടിൽ ഒരു 10,000. എത്ര? ഒരു 10,000 11,000. അത് ഇവിടുത്തെ എക്സ്പെൻസ് ആട്ടോ. നമ്മൾ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഒന്നല്ല. അതെല്ലാം ഓൾറെഡി നമ്മൾ ദുബായിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അല്ലാണ്ട് നമ്മൾ ഇവിടെ കഴിച്ചത് കൂടുതൽ നമ്മൾ ഇവിടെ തന്നെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം സൈലന്റ് ആയതുകൊണ്ട് ഇവിടുത്തെ കാർഡും ഒന്നും വർക്ക് ചെയ്യില്ല. ഒരു ദിവസത്തെ നമ്മൾ ഫുഡ് കഴിച്ച ബില്ല് മാത്രമാണ് വന്നേക്കുന്നത്. 19 ലാഖ് അല്ലേ? 19 ലക്ഷം, ഓൾമോസ്റ്റ് 20 ലക്ഷത്തിൻ്റെ അടുത്ത്, 20 ലക്ഷം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ദുബായിലാണെങ്കിൽ 400 ദിർഹം, നാട്ടിലാണെങ്കിൽ ഒരു 11,000, 10 to 11,000 അത്രയാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു റിസോർട്ട് നമുക്ക് ചെറുതായി മിസ് ചെയ്യും. അത് നമ്മൾ എവിടെ പോയി താമസിക്കുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കൂടുതൽ ദിവസം നിന്നത് കൊണ്ട് തന്നെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. എനിവേ നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെ വരുന്നുണ്ടോ? Your name? Rina. And you know my husband name, right? Huh? You know my husband name? Ano. Ano. ഹായ്, നമ്മൾ പിന്നെ ഐലൻഡിൽ പോകാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കയറിയിട്ടുണ്ട്. ക്രൂസ് ബോട്ടിലാണ്. ഇവിടുന്ന് കുറച്ച് സമയം ഉണ്ടെന്ന് പറഞ്ഞു. പോകർ ഐലൻഡാണ്, ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐലൻഡ്. പക്ഷെ നല്ല സൂപ്പർ സ്ഥലമാണെന്ന് പറഞ്ഞു. പോയി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ വ്യൂ. നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടാണുള്ളത്. നമ്മൾ ഐലൻഡിലെത്തി.
ഇവിടെ എങ്ങോട്ടോ എന്താ ഇവിടെ എത്തിയിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ കുറേ പേരുണ്ട്. ഇതായിരുന്നു നമ്മൾ വന്ന ബോട്ട്. ഇതെന്നറിയാം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി. വരുന്ന വഴിക്ക് ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഐലൻഡിൽ ഇവിടുന്ന് നമുക്ക് കാറിൽ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിക്ക് ചെയ്യാൻ ഡ്രൈവർ വന്നിട്ടുണ്ട്. ഡ്രൈവർ റെഡിയാണ്. ഞങ്ങളിപ്പം കാറിൽ കയറിയിട്ട് കാണാം. ഇതാണ് നമ്മളെ ഡ്രൈവർ. We start by very changes the route here. Okay. This matter enough time to come back here. Bubu bit. നമ്മൾ ഐലൻഡിലെത്തി. ഐലൻഡിൽ നിന്ന് വേറെ ബീച്ചിലോട്ട് എത്തി. ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് ഞാൻ ഫോട്ടോ കാണലുണ്ടാനും. കൈതച്ചെടി ഉണ്ട് അല്ലേ ഇവിടെ. ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. എനിക്കറിയില്ല ഇതിൽ വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗി കിട്ടുന്നുണ്ടെന്നുള്ളത്. പക്ഷെ നേരിട്ട് നല്ല ഭംഗിയാണ്. ഇത് അമേസിങ് വ്യൂ ആണ്. ഈ മരങ്ങളുടെ ഇടയിൽ ബ്ലൂ കളർ വാട്ടർ. വാവ്. പക്ഷെ ചൂട് ഒരു രക്ഷയില്ല. നാട്ടിലത്തെ പോലത്തെ ചൂടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ. അതാ ഞാൻ വ്യൂ കാണിച്ചു തരാം. ഇത് ഏകദേശം നമ്മൾ ഫിഫി ഐലൻഡ്, തായ്ലാൻഡ് ആ ഒരു കളർ വാട്ടറാണ് അല്ലത്. ശരി, പക്ഷെ നല്ല ഭംഗിയുണ്ട്. വേറൊരു ഭംഗി. അവിടെ ഒരു ഫോട്ടോ സ്പോട്ട് പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ നമ്മളെന്നിട്ട് മാറി ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിനേക്കാളും ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഇവിടെ. ഇവിടുന്ന് പക്ഷേ ആരും എടുക്കുന്നില്ല. ആർക്കും ഈ സ്ഥലം അത്ര ഇതായില്ല, മനസ്സിലായില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ആരെങ്കിലും ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ടാൽ അവിടെ തന്നെ പോയി നിന്ന് എടുക്കില്ലേ. ഇവിടെ നിന്ന് നമുക്ക് കപ്പിൾ ഫോട്ടോ എടുത്താലോ. ഈ വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗിയുണ്ടെന്ന് നേരത്തെ പറഞ്ഞതുപോലെ എനിക്കറിയില്ല. പക്ഷേ നല്ല കറക്റ്റ് ബ്ലൂ, അക്വാ ബ്ലൂ അല്ലേ. അക്വാ ബ്ലൂ എന്ന് പറയാൻ നമ്മൾ കേട്ടിട്ടുള്ളൂ. റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. അത് മാത്രമല്ല, മൊത്തം ഗ്രീനറിയാണ് സൈഡിൽ. അതിൻ്റെ ഇടയിലാണ് ഈ ബീച്ച്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ശരിക്കും ഈ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും പ്രകൃതിയോട് ചേർന്ന് നിന്നിട്ട് നമ്മൾ ഇറങ്ങിയ ഐലൻഡിൽ നിന്ന് 1 hour കാറിൽ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. പക്ഷെ ഇവിടേക്ക് വരുന്ന റോഡൊന്നും അത്ര നല്ല സുഖമുള്ള റോഡല്ല. ഭയങ്കര ബ്രോക്കൺ റോഡാണ്. ഇവിടെയുള്ള ചെടികൾ മരങ്ങളൊക്കെ നമ്മളെ നാട്ടിലുള്ള സെയിം ചെടികൾ തന്നെയാണ് അല്ലേ. ഏറെക്കുറെ വരുന്ന വഴിയും ഏറെക്കുറെ നമ്മളെ നാട്ടിലൂടെ വരുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത്. അതെ, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള പ്ലേസിലോട്ട് പോകുന്ന സമയത്ത് മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആവും. ഒരു കാമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടെത്തും. ശരിക്കും പറഞ്ഞാൽ റെജുവിനേഷൻ, നമുക്ക് ഒരു മാറ്റം ആവശ്യമാണ് എല്ലാവർക്കും. നമ്മൾ ഡെയിലി ഉള്ള ഡേ ടു ഡേ ലൈഫിൽ സ്ട്രെസ്സിൻ്റെയും ഈ ഒരു ബിസി ലൈഫിൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു റിലാക്സേഷൻ എല്ലാവർക്കും ആവശ്യമാണ്. റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇളനീര് വാങ്ങിച്ചു. നമ്മളാള് ഇളനീര് കുടിക്കുകയാണ്. ഇവിടുന്ന് മൊത്തം ടയേർഡായി, ഒരുപാട് നടന്ന് നമ്മൾ. ഇപ്പം കുറച്ച് നല്ല ഫ്രഷ് ഇളനീര് കുടിക്കുക. ടേസ്റ്റ് ഉണ്ടോ? മധുരം കുറവാ. ഇപ്പോൾ നമ്മൾ പോയ ബീച്ചിൻ്റെ പേര് ബ്രോക്കൺ ബീച്ച് എന്നാണ്. അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, പറയാൻ വിട്ടുപോയതാണ്. ബ്രോക്കൺ ബീച്ച് കാരണം അതിൽ പാറയൊക്കെ ബ്രോക്കണായി കിടക്കുന്നുണ്ട്. പിന്നെ
അത് മൊത്തത്തിലൊരു സെൻട്രലിൽ നമ്മുടെ നാട്ടിലെ കുളം പോലെ ആ ഒരു കടലിൻ്റെ ആ പാറകൾ കൊണ്ടുള്ള ഒരു ഇതുപോലെയാണ്. നാച്ചുറലായിട്ട് ഉണ്ടായ ഒരു മതിൽ പോലെ. അതിൻ്റെ ഉള്ളിലാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സീ വ്യൂ ഉള്ളത്. നമ്മൾ ഇപ്പോൾ കിംഗ്ലിംഗ് ബീച്ചിലെത്തിയിട്ടുണ്ട്. കിംഗ്ലിംഗ് നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. ഇവിടെ ക്യാപ്പ് സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പാണിത്. ഇതാണ് ബീച്ചിലേക്ക് പോകുന്ന വഴി. കിംഗ്ലിംഗ് ബീച്ച് അല്ല ക്ലിംഗ്ലിംഗ് ബീച്ച്. ക്ലിംഗ്ലിംഗ് ബീച്ച് അല്ല, പ്രൊനൗൺസിയേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്ലിംഗ്ലിംഗ്. ഇതാണ് ബാക്ക് സൈഡ്. സ്ഥലത്തും ആൾക്കാരാണ്. ഈ ബീച്ചിൻ്റെ പേരാണ് ബുബു ബീച്ച്. ബുബു ബീച്ചിൻ്റെ സൈഡിലുള്ള റെസ്റ്റോറൻ്റാണിത്. നല്ല വ്യൂ ആണ്. ശരിക്കും ഇവിടെ രാത്രി വരുമ്പോഴായിരിക്കും നല്ലൊരു വൈബ് ഉണ്ടാവുക. കാരണം ഫുള്ള് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയ സമയത്ത് ഭയങ്കര ചൂടാണ്. പക്ഷെ ആൾക്കാരൊക്കെ സ്വിം ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ഥലം. നല്ലൊരു ആംബിയൻസ് ആണ്. വൺസ് ഇൻ എ വൈൽ എല്ലാവരും ഈ ഒരു സ്ഥലത്ത് വരണം. ഇത് ബാലിയിൽ നിന്ന് 1 hour ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്ന ഐലൻഡാണ്. അവിടെയുള്ള ബീച്ച് ആണ് ഇത്, ബുബു ബീച്ച്. നമ്മൾ ബീച്ച് സൈഡിൽ റെസ്റ്റോറൻറ്റിലാണുള്ളത്. നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നതാണ്. നല്ല വ്യൂ ആണ്. കുറേ പേര് ഇവിടുന്ന് സ്വിം ചെയ്യുന്നുണ്ട് ബീച്ചിൽ. നമ്മൾ ആക്ച്വലി സ്വിമ്മിങ് ഡ്രസ്സൊന്നും എടുത്തില്ല, സ്വിം സ്യൂട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ സ്വിങ് ഉണ്ട്, ഊഞ്ഞാലുണ്ടായിരുന്നു. അടുപ്പിൽ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാ കോഫി കുടിക്കുന്നു. ബാലിയിൽ നിന്നും 1 hour ട്രാവൽ ചെയ്താലുള്ള ഐലൻഡാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കാണാൻ ബീച്ച് മാത്രമേ ഉള്ളൂ അല്ലേ, വേറെ ഒന്നുമില്ല. ബീച്ച് സൈഡ് മാത്രമേ ഉള്ളൂ. ടെമ്പിള് ഈ ഒരു ഏരിയയിൽ കുറവാന്ന് തോന്നുന്നു. ബാലിയിലാണ് ടെമ്പിൾസ് കൂടുതലുള്ളത്. പിന്നെ ഈ ഒരു ഏരിയയെ പറ്റി എന്താ പറയാനുള്ളത്? ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഹിൽ ഏരിയയാണ്. നമ്മുടെ നാട് പോലെ തന്നെയാണ് ഈ സ്ഥലം. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലങ്ങളൊക്കെ നാട്ടിലില്ലാതെ തന്നെയാണ്. അത് കാണണമെങ്കിൽ ഇവിടെ വരണം. എന്താ പറയുക, നേരത്തെ 2 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ടില്ല. ആ 2 സ്ഥലങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ്.
ഇവിടെ നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ആ ക്ലിങ്കിങ് ബീച്ചും സ്ഥലങ്ങളൊക്കെ നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്ത ബീച്ചിൻ്റെ പേര് ബ്രോക്കൺ ബീച്ചാണ്. രണ്ടാമത് വിസിറ്റ് ചെയ്ത ബീച്ചിൻ്റെ പേര് ക്ലിങ്കിങ് ബീച്ച്. പിന്നെ വിസിറ്റ് ചെയ്തത് ബുബു ബീച്ച്. ഈ 3 ബീച്ചും ഒരു ഐലൻഡിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നന്നായി എൻജോയ് ചെയ്തു. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ ബൈ.